जिंदाबाद, solidarity जिंदाबाद, solidarity जिंदाबाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം അബ്ദുസമദ് സാഹിബാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനം പ്രഖ്യാപനം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് ഹമീദ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലും സോളിഡാരിറ്റി കോട്ടയം ജില്ലാ സമിതിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. സോളിഡാരിറ്റി സാധാരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കേവലം കുറെ പണം ചെലവഴിക്കുക എന്നതിനപ്പുറം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അവ ഏതൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുള്ളത്. ജില്ലകളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ സോളിഡാരിറ്റി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നീതിക്ക് നിലനിൽപ്പിന് യുവതയുടെ സമസാക്ഷിക്കുന്നതാണ്. നമുക്കറിയാം, ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ തന്നെ നീതികൾ ബന്ധപ്പെട്ട അയാളുടെ എഴുതി ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കടന്നുവരുന്ന ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലയിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഉദ്ദേശമുണ്ട്. വേദിയിലിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെയും ജില്ലാ നേതാക്കളെ, ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ മാന്യരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാനത്തിലുടനീളം അതിന്റെ ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതിക്ക് നിലനിൽപ്പിനും യുവതയുടെ സമരസാക്ഷ്യം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി കേരളീയ സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ രൂപീകരിച്ച് 3.5 വർഷമായിട്ടുള്ള ഈ സംഘടന അതിന്റെ കഴിഞ്ഞകാല 3.5 വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് പാർശ്വവൽകൃത സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും സേവനങ്ങളുടേതുമായിരുന്നു കഴിഞ്ഞ 3.5 വർഷത്തെ സോളിഡാരിറ്റിയുടെ ചരിത്രമെന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പഴയ നിബന്ധനകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ADP-യുമായി നിങ്ങൾ നടത്തിയ ധാരണയുണ്ടല്ലോ, ഗവൺമെന്റ് നടത്തിയ ധാരണയുണ്ടല്ലോ, ആ ധാരണകൾ നമ്പറിട്ട് ഓരോന്നോരോന്ന് പത്രങ്ങളുടെ മുമ്പിൽ, പത്രക്കാരിലൂടെ, പത്രങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ നിങ്ങൾ സന്നദ്ധതയുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ ഞങ്ങളുടെ ഘടകകക്ഷിയായ CPI-യും AIYF-ഉം ഒക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ADP-യുമായുള്ള നിങ്ങളുടെ ധാരണയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാൽ ഞാൻ സൂചിപ്പിക്കുന്നത്, LDF ഭരിക്കുമ്പോ ADP കരാറിൽ ഒപ്പുവെച്ച, UDF ഭരിക്കുമ്പോ ADP കരാറിൽ ഒപ്പുവെച്ചാൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിൽക്കുന്ന DYFIക്ക് എന്തുകൊണ്ട് LDF ഭരിക്കുമ്പോ അതിനെതിരെ അക്ഷരം മുറിയാടാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ADP-യെ കൂവിട്ട് സ്വീകരിക്കുകയാൽ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ അധികാര രാഷ്ട്രീയത്തിനപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, അവസരവാദ രാഷ്ട്രീയത്തിനപ്പുറം അജണ്ടകളില്ലാതെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവരുടെ സകലമായ ദൗർബല്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടമായിരിക്കുന്നത്. നിങ്ങൾ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം, നിങ്ങൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വക്താക്കളായിട്ട് മാറണം. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യമക്കളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. മണ്ണിനോടൊത്ത് നിൽക്കുന്ന, മണ്ണിൽ വിയർപ്പൊലിപ്പിക്കുന്ന, മണ്ണിന്റെ മക്കളായ പാവപ്പെട്ടവർ, അനാഥകൾ, അഗതികൾ, അവർ ദുരന്തം പേറി നടക്കുമ്പോ, അവർ ദുർഘടമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോ, അവർ പട്ടിണി കിടക്കുമ്പോ അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുവാനും
അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിപ്പിക്കുവാനും അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ആ പാത ഇത്തിരി ദുർഘടമായ പാതയാണ്, വിമോചനത്തിന്റെ പാതയാണ്. പക്ഷെ ആ ദുർഘടമായ പാതയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രഖ്യാപിച്ച ആദർശത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ മാറുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടങ്ങളോട് കലഹിച്ചുകൊണ്ടും കലാപം കൂട്ടിക്കൊണ്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിപ്പിക്കുന്നു. ഞങ്ങൾ മാതൃകയാക്കുന്ന പ്രവാചകന്മാർ അനീതിക്ക് കൂട്ടുനിന്നവരല്ല. അവർ അനീതിയുടെ വക്താക്കളോട് കലാപം പ്രഖ്യാപിച്ചവരായിരുന്നു. നമ്രൂദിനോട് പടവെട്ടിയവനായിരുന്നു. നമ്രൂദിന്റെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയവനായിരുന്നു അബ്രഹാം പ്രവാചകൻ. ആ ഇബ്രാഹിമിന്റെ പാതയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏകാധിപതികളായ നമ്രൂദുകളോട് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിക്കെതിരെ അതിശക്തമായ പോരാട്ടം കുറിച്ച പ്രവാചകനായിരുന്നു വിമോചനത്തിന്റെ പ്രവാചകൻ. ഇസ്രായേൽ സമൂഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മൂസ പ്രവാചകൻ. ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ പാതയിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ പാതയിൽ നിന്നുകൊണ്ട് കാലഘട്ടത്തിന്റെ ഫറോവമാർക്കെതിരെ ശബ്ദമുയർത്തുന്ന കലഹം കൂട്ടുന്ന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. ഇന്ന് നീതിയെ കുറിച്ച് എന്താണ് നീതി എന്ന് പറയുന്നത്, എന്താണ് ധർമ്മം എന്ന് പറയുന്നത്, എന്താണ് സത്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ മാനദണ്ഡങ്ങളിലൂടെയാണ്. അമേരിക്ക എന്ന് പറയുന്നു ലോകത്തുള്ള മുസ്ലിം നാടുകൾ മുഴുവൻ ഭീകര രാജ്യങ്ങളാണെന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ലോകത്ത് മനുഷ്യ മക്കളെ കൊന്നെടുത്തുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അമേരിക്ക സമാധാനത്തിന്റെ രാജ്യമാണത്രേ. നമ്മുടെ വെനസ്വേലയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ ചാവേസ്, എന്തായിരുന്നു ചാവേസ് പറഞ്ഞത്? എന്തായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് നജാദ് എന്തായിരുന്നു പറഞ്ഞത്? നജാദും ചാവേസുമൊക്കെ ഇന്ന് ലോകത്ത് ഭീകരവാദികളായി കാണും ജോർജ് ബുഷ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നജാദും ചാവേസും അമേരിക്കയോട് പറയുന്നു, നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ? ജനാധിപത്യപരമായ സംവിധാനങ്ങളിലൂടെ സംവാദത്തിന് വേണ്ടി നജാദ് വെല്ലുവിളിക്കുമ്പോ, ചാവേസ് വെല്ലുവിളിക്കുമ്പോ ജോർജ് ബുഷ് എന്ന് പറയുന്ന ലോക ഭീകരന് വേണ്ടത് ഇറാഖിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ ചോരയ്ക്ക് വേണ്ടി കൊലവിളി നടത്തുകയാണ് ലോക ഭീകരനായ ജോർജ് ബുഷ്. പക്ഷേ ചോരയ്ക്ക് വേണ്ടി കൊലവിളി നടത്തുന്ന ഇറാഖിലെ 5 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് ഔഷധം നിഷേധിച്ച് അവരെ ചുട്ടുകൊന്ന, അവരെ മരുന്ന് നിഷേധിച്ചു കൊന്ന, ഇറാഖിലെയും അഫ്ഗാനിലെയും പാവപ്പെട്ട അമ്മമാരെ ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത, ക്രൂരമായ രീതിയിൽ നിരപരാധികളെ കൊണ്ടുനോമയിലും അതേപോലെ തന്നെ അബൂഹുറൈബിലും കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച ജോർജ് ബുഷ് ഇന്ന് സമാധാനത്തിന്റെ വക്താക്കളായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം മദ്യശാലയിൽ കൊണ്ടുപോയി തുലക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം ലൈംഗിക ആഭാസങ്ങളിൽ കൊണ്ടുപോയി തളക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം ഇവിടെയുള്ള ശക്തീകരിക്കപ്പെട്ട അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചിന്താവാദം വിളിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കണം, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. വിശേഷിച്ച് നമ്മുടെ നാട്ടില് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ വീഴണം. അതുകൊണ്ട് തൊഴിലാളിക്ക് പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് സേവനം പോരാട്ടമാണ്, ഞങ്ങൾക്ക് പോരാട്ടം സേവനമാണ്. സമരരംഗത്തും സേവന രംഗത്തും ഒരേപോലെ ഇടപെട്ടുകൊണ്ട് തൊഴിലാളിക്ക് യൂത്ത് മൂവ്മെന്റ് 3 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞങ്ങളതിന്റെ ജില്ലാ സമ്മേളനം നടത്തുമ്പോ നേരത്തെ 2 സമ്മാനങ്ങൾ കേരളത്തിന് കൊടുത്തുവെങ്കിൽ ഇപ്പോൾ സുന്ദരമായ പ്രമേയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. നീതിക്ക് നിലനിൽക്കുന്ന യുവതയുടെ സമരസാക്ഷ്യം. ഈ പ്രമേയം ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയമുള്ള യുവാക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പതിവുണ്ടോ? നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ചേരാൻ ഇന്ന് കേരളത്തിൽ ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ്.